നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് പ്രീവിയസ് സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ കാറ്റഗറി നമ്പർ 166/2023. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. എ. ഒരു ഉപഗ്രഹാധിഷ്ഠിത മാപ്പിംഗ് ടൂൾ സോഫ്റ്റ്വെയർ ആണ് ഭുവൻ. ബി. ഗൂഗിൾ എർത്തിന് ബദലായി ഇന്ത്യ വികസിപ്പിച്ചെടുത്ത സംവിധാനം. സി. 2009 മാർച്ചിൽ പ്രവർത്തനക്ഷമമായ ഭുവൻ ISRO ആണ് നിർമ്മിച്ചത്. ഉത്തരം എല്ലാം ശരിയാണ്. മലയാളം ദൃശ്യമാധ്യമ ചരിത്രത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ ഇവാൻ. ഇന്ത്യയുടെ നികുതി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട ഏതാനും വസ്തുതകൾ താഴെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. എ. GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. ബി. 103-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് GST നടപ്പിലാക്കിയത്. സി. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. ഡി. ഇതൊരു പ്രത്യക്ഷ നികുതിയാണ്. ഉത്തരം GST എന്നതിൻ്റെ പൂർണ്ണരൂപം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ്. 2017 ജൂലൈ 1-നാണ് ഈ നിയമം നിലവിൽ വന്നത്. നൽകിയിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ പേര് കണ്ടെത്തുക. സൂചനകൾ: നഗരങ്ങളിലെ തൊഴിൽ രഹിതർക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം. സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിക്കുന്നു. ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ ഭാഗമാണ്. ഓപ്ഷൻ എ അന്ത്യോദയ അന്ന യോജന. ഓപ്ഷൻ ബി അന്നപൂർണ. ഓപ്ഷൻ സി സ്വമിത്വ പദ്ധതി. ഓപ്ഷൻ ഡി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഉത്തരം ഓപ്ഷൻ ഡി സ്വർണ ജയന്തി ഷഹാരി റോസ്ഗാർ യോജന. ഇന്ത്യയുടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിവരങ്ങൾ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. എ. ഹോക്കി. ബി. PT ഉഷ. സി. മുംബൈ ഇന്ത്യൻസ്. ഡി. വിശ്വനാഥൻ ആനന്ദ്. 1. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. 2. ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. 3. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ താരം. 4. CUKയുടെ പ്രഥമ ഓണറി ഡോക്ടറേറ്റ്. ഉത്തരം ഹോക്കി. ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സ് മെഡൽ നേടിയ ഇനം PT ഉഷ. CUKയുടെ പ്രഥമ ഓണറി ഡോക്ടറേറ്റ്. മുംബൈ ഇന്ത്യൻസ്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ്. വിശ്വനാഥൻ ആനന്ദ് ലോക ചെസ് ചാമ്പ്യൻ പട്ടം നേടി. താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡികൾ ഏതെല്ലാം? എ. നിത്യ ചൈതന്യയതി കരിഞ്ചന്ത. ബി. പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ. സി. കുമാരനാശാൻ ദുരവസ്ഥ. ഡി. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ഉത്തരം നിത്യ ചൈതന്യയതി കരിഞ്ചന്ത, പന്തി ഭോജനം സഹോദരൻ അയ്യപ്പൻ. കരിമ്പന പട്ടകളിൽ കാറ്റ് പിടിക്കുന്നത് പോലെ ഞാൻ ചിലപ്പോൾ ചിലതിൽ നഷ്ടപ്പെടുന്നു, അത് പകർത്താൻ ശ്രമിച്ചെന്നു മാത്രം. ഏത് കൃതിയുടെ ആമുഖത്തിലാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്? ഖസാക്കിൻ്റെ ഇതിഹാസം. ചേരുംപടി ചേർക്കുക. കലയും കലാകാരനും. എ. അടൂർ ഗോപാലകൃഷ്ണൻ. ബി. JC ഡാനിയേൽ. സി. റസൂൽ പൂക്കുട്ടി. ഡി. തോപ്പിൽ ഭാസി. 1. ഓസ്കാർ നേടിയ ആദ്യ മലയാളി. 2. കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്. 3. മലയാള സിനിമയുടെ പിതാവ്. 4. ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ, ദേശീയ അവാർഡുകൾ നേടിയ മികച്ച സംവിധായകൻ. JC ഡാനിയേൽ, മലയാള സിനിമയുടെ പിതാവ്. റസൂൽ പൂക്കുട്ടി, ഓസ്കാർ നേടിയ ആദ്യ മലയാളി. തോപ്പിൽ ഭാസി,
കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ്. 2023 മാർച്ച് 30 രണ്ടാം G20 ഉച്ചകോടിയുടെ ഭാഗമായുള്ള ഷെർപ്പ സമ്മേളനത്തിന് വേദിയായ കേരളത്തിലെ സ്ഥലം കുമരകം. ഇന്ത്യയുടെ സാംസ്കാരിക ചരിത്രവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. എ. കേരളത്തിൻ്റെ തനത് നൃത്തരൂപമാണ് ഭരതനാട്യം. ബി. കർണാടകയുടെ തനത് സംഗീത ശാഖയാണ് സോപാന സംഗീതം. സി. ഇന്ത്യയിൽ നിന്നാദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ഡി. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ഉത്തരം ഇന്ത്യയിൽ നിന്നാദ്യമായി ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയവ അജന്ത, എല്ലോറ ഗുഹകൾ, താജ്മഹൽ എന്നിവയാണ്. ചരിത്രത്തെ വർത്തമാനകാലവുമായി ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് സ്മാരകങ്ങൾ. ലക്ഷദ്വീപ് സമൂഹത്തിലെ ഏറ്റവും വലിയ ദ്വീപ് മിനിക്കോയ് ദ്വീപ്. ദക്ഷിണ ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ദോഡ ബെട്ട. മൊളാസിസ് ബേസിൻ എന്നറിയപ്പെടുന്ന സംസ്ഥാനം മിസോറാം. ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള കടലിടുക്ക് പാക് കടലിടുക്ക്. റൂർക്കല ഉരുക്ക് നിർമ്മാണശാല ആരംഭിച്ചത് ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെ കൂടെയാണ്? ജർമ്മനി. പശ്ചിമഘട്ട മലനിരകളും പൂർവഘട്ട മലനിരകളും കൂടിച്ചേരുന്ന ഭാഗം നീലഗിരി. ദേശീയപാത 1 NH1 ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ ഡൽഹി, അമൃത്സർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ശുദ്ധീകരണശാല സ്ഥിതി ചെയ്യുന്നത് ജാംനഗർ. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂർ. സഹകരണ സംഘങ്ങളിൽ യൂണിയനുകൾ അഥവാ അസോസിയേഷനുകൾ രൂപീകരിക്കാം എന്ന് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നിർദ്ദേശിക്കുന്നത്? 97-ാം ഭരണഘടനാ ഭേദഗതി. ഇന്ത്യയിലെ നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ യശ്വന്ത് ചന്ദ്രചൂഡ്. താഴെ പറയുന്നവയിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലയിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ. മനുഷ്യാവകാശ ലംഘന പരാതിയിൽ അന്വേഷണം നടത്തുക. ഓപ്ഷൻ ബി. ജയിൽ സന്ദർശനം. ഓപ്ഷൻ സി. മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ടവയിൽ ഗവേഷണം നടത്തുക. ഓപ്ഷൻ ഡി. മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക. ഉത്തരം ഓപ്ഷൻ ഡി. മനുഷ്യാവകാശ ധ്വംസനം നടത്തിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക. വിവരാവകാശ നിയമം 2005 പ്രകാരം ശരിയായത് കണ്ടെത്തുക. 1. ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കും. 2. വിവരം ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ അപേക്ഷ ഇംഗ്ലീഷിലോ അപേക്ഷ നൽകുന്ന ആ സ്ഥലത്തെ ഔദ്യോഗിക ഭാഷയിലോ മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ. 3. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യവിവരം വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. 4. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10-ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. ഉത്തരം ഈ നിയമത്തിന് ജമ്മു കാശ്മീർ സംസ്ഥാനം ഒഴികെ ഭാരതം മുഴുവൻ വ്യാപ്തിയുണ്ടായിരിക്കും. വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ചിട്ടുള്ള രഹസ്യവിവരം വിവരം വെളിപ്പെടുത്തലിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ എന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും ആവശ്യമെങ്കിൽ 10-ൽ കവിയാതെ അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്ത. ഇന്ത്യൻ ഭരണഘടനയിൽ റിട്ടുകൾ എന്ന ആശയം ഏത് രാജ്യത്തിൽ നിന്നുമാണ് കടം എടുത്തിരിക്കുന്നത്? ബ്രിട്ടൻ. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1.
ജനങ്ങളുടെ അവകാശം സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ച വ്യക്തി മോത്തിലാൽ നെഹ്റു. കരുതൽ തടങ്കലിൽ ഇരിക്കുന്ന വ്യക്തിയുടെ അറസ്റ്റ് എത്ര ദിവസം അഥവാ മാസം പരമാവധി നീട്ടിക്കൊണ്ട് പോകാവുന്നതാണ്? 3 മാസം. 1980 സുനിൽ ബത്ര ആൻഡ് ഡൽഹി അഡ്മിനിസ്ട്രേഷൻ കേസ് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊതുതാൽപര്യ ഹർജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തി പകർന്ന വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാര്? അംശി നാരായണപിള്ള. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ലാഹോർ. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലേത്? ആനന്ദമഠം. ഭൂമിയുടെ ഉത്തര ധ്രുവത്തെയും ദക്ഷിണ ധ്രുവത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വൃത്താകൃതിയിലുള്ള സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടുകയും 17-ാം വയസ്സിൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടുകയും ചെയ്തതാര്? മലാല യൂസഫ്സായ്. ദക്ഷിണേന്ത്യയിലെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം റൈപൂർ. ഛത്രപതി എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മറാത്ത ഭരണാധികാരി ശിവജി. കൊടും തണുപ്പുള്ള രാജ്യങ്ങളിൽ സ്ഫടിക മേൽക്കൂരയുള്ള കെട്ടിടങ്ങളിൽ വിളകൾ നട്ടുവളർത്തുന്ന രീതിയാണ് ഹരിത ഗൃഹകൃഷി. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഇന്ത്യ. മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി ഇവയെല്ലാം. അന്തരീക്ഷ താപം അളക്കുന്ന ഉപകരണം തെർമോമീറ്റർ. സമത്വ സമാജം സ്ഥാപിച്ചതാര്? വൈകുണ്ഠ സ്വാമികൾ. തിരുവിതാംകൂറിലെ അവർണ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മുട്ടിന് താഴെ എത്തും വിധം മുണ്ടുടുക്കാനും മേൽമുണ്ട് ധരിക്കാനുമുള്ള അവകാശത്തിനു വേണ്ടി നടന്ന സമരം ചാന്നാർ ലഹള. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് കൈസർ-എ-ഹിന്ദ് പദവി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് തിരികെ നൽകിയതാര്? ഗാന്ധിജി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഒട്ടകം. മെസപ്പൊട്ടോമിയ എന്ന വാക്കിനർത്ഥം നദികൾക്കിടയിലുള്ള പ്രദേശം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ക്വിറ്റ് ഇന്ത്യ സമരം. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ സദൻ സ്ഥാപിച്ചതാര്? പണ്ഡിത രമാഭായ്. ഈജിപ്തിൻ്റെ ജീവരക്തം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നദി നൈൽ. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുകയും ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ്ണ പതാക ആദ്യമായി ഉയർത്തുകയും ചെയ്ത ധീരവനിത മാഡം ഭിക്കാജി കാമ. പ്രാദേശിക ഭാഷാ പത്രനിയമം നടപ്പിലാക്കിയതാര്? ലിട്ടൻ പ്രഭു. വിദ്യാഭ്യാസ അവകാശം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ്? 21A. തിരുവിതാംകൂറിലെ രാജവാഴ്ചയുടെ അഴിമതികളെയും അനീതികളെയും വെളിച്ചത്ത് കൊണ്ടുവന്ന സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന സന്ദേശം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരു. പരോക്ഷ നികുതി അല്ലാത്തതേത്? ഓപ്ഷൻ എ സേവന നികുതി, ഓപ്ഷൻ ബി വിനോദ നികുതി, ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി, ഓപ്ഷൻ ഡി പരസ്യ നികുതി. ഉത്തരം ഓപ്ഷൻ സി വ്യക്തിഗത ആദായ നികുതി. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഉത്തര മഹാസമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ജാർഖണ്ഡ്. പാതിര കൊക്കിൻ്റെ കേന്ദ്രമെന്ന് അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം കുമരകം.
വറ്റി വരണ്ടു പോയ ഏത് പുഴയുടെ നീരൊഴുക്കാണ് അട്ടപ്പാടിയിൽ വീണ്ടെടുത്തു കൊണ്ടിരിക്കുന്നത്? കൊടുങ്ങരപ്പള്ളം പുഴ. മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ആവരണം ചെയ്താണ് പെരികാർഡിയം എന്ന ഇരട്ടസ്തരം കാണപ്പെടുന്നത്? ഹൃദയം. അന്തരീക്ഷ വായുവിലൂടെ പകരാത്ത രോഗം ഏത്? ഓപ്ഷൻ എ ക്ഷയം, ഓപ്ഷൻ ബി ഡിഫ്തീരിയ, ഓപ്ഷൻ സി കുഷ്ഠം, ഓപ്ഷൻ ഡി ചിക്കൻ പോക്സ്. ഉത്തരം ഓപ്ഷൻ സി കുഷ്ഠം. ജീവകം എയുടെ അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന ഒരു രോഗം? ഓപ്ഷൻ എ കണ, ഓപ്ഷൻ ബി സ്കർവി, ഓപ്ഷൻ സി ഗോയിറ്റർ, ഓപ്ഷൻ ഡി നിശാന്തത. ഉത്തരം ഓപ്ഷൻ ഡി നിശാന്തത. ഭക്ഷ്യവസ്തുക്കളിൽ മഞ്ഞ നിറം നൽകുന്നതിനായി ഉപയോഗിക്കുന്ന ഒരു രാസവസ്തു? ടാർട്ടസിൻ. കേരളത്തിലെ പ്രമേഹ രോഗികളായ BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുന്ന സാമൂഹ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി വയോമധുരം പദ്ധതി. പപ്പായയുടെ ജന്മദേശം ഏത്? അമേരിക്ക. നെൽച്ചെടിയിലെ പരാഗണകാരി ഏത്? കാറ്റ്. കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഖി ദുരന്തം ഉണ്ടായത് എന്ന്? 2017 നവംബർ 29. ചന്ദ്രശങ്കര ഏത് വിളയുടെ സങ്കര ഇനമാണ്? തെങ്ങ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് എവിടെ സ്ഥിതി ചെയ്യുന്നു? തെന്മല. ഒരു മൂലകത്തെ മറ്റു മൂലകങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന കണം ഏത്? പ്രോട്ടോൺ. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് ലോഹത്തിൻ്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ ഇരുമ്പ്, ഓപ്ഷൻ ബി അലുമിനിയം, ഓപ്ഷൻ സി സിങ്ക്, ഓപ്ഷൻ ഡി കോപ്പർ. ഉത്തരം ഓപ്ഷൻ സി സിങ്ക്. ആധുനിക പീരിയോഡിക് ടേബിളിൽ അലസവാതകങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഗ്രൂപ്പ് 18. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഏത്? ഓക്സിജൻ. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏത് pH മൂല്യമുള്ള മണ്ണിലാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 3, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 14. ഉത്തരം ഓപ്ഷൻ ബി 3. ചന്ദ്രൻ ഭൂമിയെ ഒരു തവണ പരിക്രമണം ചെയ്യുന്നതിന് എത്ര ദിവസം വേണ്ടി വരുന്നു? 27, 3-ൽ 1 ദിവസം. താഴെ തന്നിരിക്കുന്നവയിൽ ദോലനവുമായി ബന്ധപ്പെട്ട ചലനം ഏത്? ഓപ്ഷൻ എ എയ്തുവിട്ട അമ്പിൻ്റെ ചലനം, ഓപ്ഷൻ ബി ജയൻറ്റ് വീലിൻ്റെ ചലനം, ഓപ്ഷൻ സി റോക്കറ്റിൻ്റെ ചലനം, ഓപ്ഷൻ ഡി ഊഞ്ഞാലിൻ്റെ ചലനം. ഉത്തരം ഓപ്ഷൻ ഡി ഊഞ്ഞാലിൻ്റെ ചലനം. വിവിധതരം ദർപ്പണങ്ങളുടെ സവിശേഷതകളാണ് താഴെ തന്നിരിക്കുന്നത്. ഇവയിൽ ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ സവിശേഷതകളായി പരിഗണിക്കാവുന്നവ ഏവ? എ വസ്തുവിന് സമാനമായ പ്രതിബിംബം രൂപീകരിക്കുന്നു, ബി വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു, സി വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം രൂപീകരിക്കുന്നു. ഉത്തരം വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബം രൂപീകരിക്കുന്നു, വസ്തുവിനേക്കാൾ വലിയ പ്രതിബിംബം സ്വീകരിക്കുന്നു. തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയെ ഏത് പേരിൽ അറിയപ്പെടുന്നു? സംവഹനം. വേട്ടക്കാരൻ നക്ഷത്രഗണത്തിൻ്റെ വലത് ചുമലിൻ്റെ സ്ഥാനത്ത് ചുവന്നു കാണുന്ന നക്ഷത്രം ഏത്? തിരുവാതിര. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.